friends, welcome back to our channel Cooking Hours. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആണ്. എന്നാൽ ശരി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ഉള്ള ബോൺലെസ് ചിക്കൻ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മൈദ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്കിനി എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് പോവാം. ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ആക്കാം. ഇതുപോലെ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ് ചേർക്കാം. ഒരു മീഡിയം സൈസ് സവാള ക്യൂബായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. കാപ്സിക്കം ഇതുപോലെ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം.
നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കിയിട്ടുള്ളത് ഡ്രൈ ആയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഗ്രേവിയോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിലേക്ക് വെള്ളം ചേർത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് സോസൊക്കെ ഒഴിക്കുന്ന കൂട്ടത്തിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ശകലം ഗ്രേവിയോടുകൂടി കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും വെബ്സൈറ്റൊക്കെ സന്ദർശിക്കണം. അതിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തൊരു പുതിയ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും.